നല്ലൊരു റെസിപ്പിയൊക്കെ ഷെയർ ചെയ്ത് ഒരു അടിപൊളി ലഞ്ച് വ്ളോഗാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇത് കുറച്ച് നാൾ മുമ്പ് വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് ലേറ്റ് ആയിന്നേ ഉള്ളൂ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ടായിട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ നമ്മളിത് മീനൊക്കെ വാങ്ങി. ഇപ്പോൾ മീൻ കിട്ടാത്ത സാഹചര്യം, പക്ഷേ ഇത് കിട്ടുന്ന സമയത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ വാങ്ങി നമ്മളിത് നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീൻ കൊണ്ട് ഒരു ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ചെറിയുള്ളി വേണം, അതുപോലെ തന്നെ കുറച്ച് കാന്താരിയൊക്കെ വേണം കേട്ടോ. കാന്താരി ഇല്ലേലും കുഴപ്പമൊന്നുമില്ല, പച്ചമുളകായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ചധികം ചെറിയുള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, കറിവേപ്പില, കാന്താരി മുളക്, അതുപോലെ തന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി ഒരു 3-4 ഇട്ടിട്ടുണ്ട്. കുറച്ച് വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ പിള്ളേർ നല്ല കളിയാണ് കേട്ടോ, അതുകൊണ്ട് സമാധാനമായി. അപ്പോൾ ഞാനിത് ആ മസാലയിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് മീനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, അത് ഏകദേശം 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് ഇതൊന്ന് മുക്കിയിട്ട് നമുക്ക് 1 മണിക്കൂർ ഇതിനൊന്ന് മാറ്റി വെക്കാം. തേങ്ങാപ്പാലൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഉമ്മ മീൻകറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ വാങ്ങിച്ച ചെമ്പല്ലി ഉണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ കറിയും. അപ്പോൾ അതിന് 2-3 പീസ് ഞാൻ എടുത്ത് ഫ്രൈ ആക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ തല നമ്മൾ മുളകിട്ട് വെക്കുന്നുണ്ട്, ജസ്റ്റ് മുളകും ഇതൊക്കെ വെച്ചിട്ട്. പിന്നെ ഇന്ന് ഓലം വെക്കുന്നുണ്ട് കേട്ടോ, നമ്മളെ പപ്പായ ഉണ്ടല്ലോ അത് വെച്ചിട്ട്. അപ്പോൾ അതിനുള്ള താളിപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കാൻ. പപ്പായ കൊണ്ട് തോരൻ വെച്ചാലും എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതേ ഇതാവുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണല്ലോ, അപ്പോൾ അതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഓലം വെച്ച കഴിക്കാൻ. അപ്പോൾ ഓലം വെച്ചൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. മീൻ ജസ്റ്റ് ഇതിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ മസാല ഉണ്ടല്ലോ അത് അവിടെ തന്നെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കി, ഒരുപാട് മൊരിച്ചെടുക്കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇനി ആ മീനൊക്കെ നമ്മൾ അങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ട് ഈ മസാല അതിൽ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ കലക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത്രയും വേണ്ടുള്ളൂ. ഇനി മീനെല്ലാം കൂടി ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാനുള്ളതുകൊണ്ട് വേറെ തന്നെ വെച്ച് ചെയ്തേ ഉള്ളൂ കേട്ടോ. ഫ്രൈ ചെയ്ത മീനിൻ്റെ മേലെയായിട്ട് ഈ മസാല വെച്ച് കൊടുത്തേ ഉള്ളൂ. ഇത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ ഇട്ട് ഞാനൊരു ലഞ്ച് കഴിച്ചു കേട്ടോ. എനിക്ക് തല കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അത് മുളകിട്ട് വറ്റിച്ച തല. അപ്പോൾ എന്നെ പോലെ തല കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.